എല്ലാ പ്രിയപ്പെട്ടവർക്ക് യേശുവിൻ നാമത്തിൽ വന്ദനം. ഡിസംബർ മാസത്തിൻ്റെ രാവിലെയുള്ള തണുപ്പിൽ നിന്ന് ആ കുളിർമയിലൂടെ എഴുന്നേറ്റ് വരുന്ന ഓരോ പ്രിയപ്പെട്ടവരും നേരെ ജീവൻ്റെ വചനത്തിലേക്ക്, കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായ വചനത്തിലേക്ക് തന്നെ വരുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണ്. നമ്മെ മാറ്റിമറിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. എല്ലാ തിരുവെഴുത്തും ദൈവത്തിൻ്റെ ശ്വാസമാണെന്ന്. എല്ലാ വചനത്തിലും ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് തുടങ്ങി ആമേൻ കർത്താവേ വരണമേ എന്ന് പറയുന്ന വെളിപ്പാട് പുസ്തകം ഏറ്റവും ഒടുവിലത്തെ വചന വരെയും ഓരോ വാക്കുകളിലും ദൈവത്തിൻ്റെ ശ്വാസമുണ്ട്. അതുകൊണ്ട് പഴയ നിയമം വേണ്ട, പുതിയ നിയമം മതി. പുതിയ നിയമം വേണ്ട, പഴയ നിയമമാണ് മതിയത്. സങ്കീർത്തനമാണ് വേണ്ടത്. ഇങ്ങനെയുള്ള വാദങ്ങളെല്ലാം കളഞ്ഞിട്ട് ഏത് ഭാഗത്ത് നിന്ന് പറഞ്ഞാലും നമ്മൾ ക്രിസ്തുവിൽ വരണം എന്ന ഒറ്റ കാരണമേ ഉള്ളൂ. DGS ദിനകരൻ പറയും, അദ്ദേഹം പറയും, എന്ത് പ്രസംഗിച്ചാലും, അബ്രഹാമിനെ കുറിച്ച് പ്രസംഗിച്ചാലും മോശയെക്കുറിച്ച് പ്രസംഗിച്ചാലും ഒടുവിൽ ക്രൂശിൽ ഞാൻ വന്നിരിക്കും. കാരണം യേശുവിൻ്റെ ക്രൂശാണ് ന്യായപ്രമാണത്തിൻ്റെ അവസാനം. യേശുവിൻ്റെ ക്രൂശ് മുതലാണ് പുതിയ നിയമം ആരംഭിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം മുതലല്ല ശരിക്ക് പുതിയ നിയമം ആരംഭിക്കുന്നത്. യേശുവിൻ്റെ ക്രൂശ് മരണം വരെ ന്യായപ്രമാണം. അതിനുശേഷം ഉയർപ്പ് തുടങ്ങിയാണ് ശരിക്ക് പുതിയ നിയമം ആരംഭിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാൻ സമയമെടുക്കണം. അപ്പോൾ മത്തായി മുതലല്ല പുതിയ നിയമം, ക്രൂശ് വരെയാണ്. അതുകൊണ്ട് ക്രൂശിൽ എല്ലാവരും എത്തിയിരിക്കണം. യേശു ക്രൂശിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ, യേശു മരിച്ചില്ലായിരുന്നെങ്കിൽ, യേശു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ, പൗലോസ് പറയുന്നു, ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം. അങ്ങനെ യേശുവിൽ വിശ്വസിച്ച് മരിച്ചവരും അവരുടെ ജീവിതം പാഴായിപ്പോയി, പ്രയോജനരഹിതമായി മാറി. യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. അതുകൊണ്ട് ഇതുപോലൊരു വാർത്ത ഒരു മതങ്ങൾക്കും പറയാൻ പറ്റില്ല, ഒരു പാർട്ടിക്കും പറയാൻ കഴിയില്ല. ഇന്ന് ഭൂമിയിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വാർത്തയാണ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വാർത്ത. ആർക്ക് പറയാൻ കഴിയും? മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് മരണത്തെ തോൽപ്പിച്ച് ഒരാൾ പുറത്തു വന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാൾ ഏത് മതത്തിലുണ്ട്, ഏത് മാർഗത്തിലുണ്ട്, ഏത് പാർട്ടിക്കാരിലുണ്ട്? മനുഷ്യകുലത്തിൽ ഒരാൾക്ക് കഴിയുമോ? ഇല്ല. ദൈവം മനുഷ്യനായി വന്നു, എന്നിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റെന്ന്. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണാനന്തര നിത്യമായ ജീവനുണ്ടെന്ന്. യേശുവിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്ന്. ഇതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം എന്നാണ് പൗലോസ് പറയുന്നത്. ആ സുവിശേഷത്തിന് ഒരു ശുശ്രൂഷകനായി തീരുക എന്നുള്ളത് വലിയ പദവിയാണ്. എനിക്ക് കർത്താവിൻ്റെ ഈ സുവിശേഷം അറിയിക്കുക എന്നുള്ളത് ഒരു വലിയ പദവിയായിട്ട് കാണുന്നു. യേശുവിനെ കുറിച്ച് പറയുക. അപ്പോൾ ഏത് ഭാഗം വായിച്ചാലും യേശുവിൽ അവസാനിച്ചിരിക്കണം. അബ്രഹാമോ ഇസഹാക്കോ യാക്കോബോ മോശയോ ഏലിയാവോ നമ്മെ രക്ഷിച്ചില്ല, യേശു കർത്താവാണ്. അതുകൊണ്ടാണ് ആകാശത്തിൻ്റെ കീഴെ വേറൊരു നാമവും ഇല്ലെന്ന് പറഞ്ഞ് അവർ ശക്തിയോടെ പ്രസംഗിച്ചത്. യേശുവിൻ്റെ ഓരോ ചുവടുകളും ക്രൂശിനെ ലക്ഷ്യമാക്കിയായിരുന്നു. പത്രോസ് തടയുന്നുണ്ട്, നിനക്കത് ഭവിക്കരുതേ. യേശു പത്രോസിനെ നോക്കി, സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാണ്. നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് വിരോധമാണ് മാനുഷിക ചിന്തകൾ. അവിടെ പൈശാചിക ചിന്തകളെന്ന് പോലും പറയുന്നില്ല. മാനുഷിക ചിന്തകൾ എപ്പോഴും ദൈവത്തിൻ്റെ പ്ലാനുകൾക്ക് എതിരാണ്. മാനുഷികമായി ചിന്തിക്കാനാണ് പിശാച് നമ്മെ എപ്പോഴും നിർബന്ധിക്കുന്നത്. അത് തന്നെ പൗലൂസിനോട് എല്ലാവരും പറഞ്ഞു, യെരുശലേമിൽ പോകരുത്, പോകരുത്, പോകരുത്.
ഒടുവിൽ പൗലോസ് പറഞ്ഞു, നിങ്ങൾ എന്നെ വലിയ വിഷമിപ്പിക്കല്ലേ, ഞാൻ കർത്താവിന് വേണ്ടി മരിക്കാൻ വരെ നിൽക്കുകയാണ്. പിന്നീട് നമ്മളവിടെ വായിക്കുന്നു, പിന്നെ അവർ പറഞ്ഞു, എന്നാൽ കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ. അവിടെ പറയുന്നൊരു കാര്യം, എന്നാൽ പിന്നെ കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ. കർത്താവിൻ്റെ ഇഷ്ടം നടക്കാതിരിക്കാനാണ് അപ്പോൾ ഇവർ ഈ സ്നേഹം മുഴുവൻ കാണിച്ചത്. നിങ്ങൾ യെരുശലേമിൽ പോകരുത്, പൗലോസേ പോകരുത്. കാരണം പൗലോസ് യെരുശലേമിൽ ചെന്നാൽ പൗലോസിനെ അവർ പിടിക്കും, അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്യണമെന്നാണ് പൗലോസ് പറയുന്നത്. കാരണം ആ വഴിയിലൂടെയാണ് കൈസറുടെ മുമ്പിൽ ചെല്ലുക എന്ന വലിയ പ്രവചന നിവർത്തി നടക്കും. ജയിൽ വഴി മാത്രമേ പൗലോസിന് കൈസറുടെ മുമ്പിൽ ചെല്ലാൻ കഴിയൂ. രാജാക്കന്മാരോട് വചനം പറയണമെങ്കിൽ നേരെ ചെല്ലാൻ പറ്റില്ല. ശബത്ത് നാളിൽ പള്ളിയിൽ ചെന്ന് വചനം പറയാം, കവലയിൽ ചന്തയിലെല്ലാം വചനം പറയാം. രാജാക്കന്മാരോട് പറയാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, വിസ്താര സമയത്ത് പ്രസംഗിക്കും. നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത മേഖലകളിൽ ദൈവം അപ്പോസ്തലന്മാരെ ഉപയോഗിച്ചു. അവർ യാത്ര ചെയ്തെടുത്തല്ല ഉപദ്രവം ഉണ്ടായി. എന്നാൽ ഉപദ്രവം എന്നുള്ളത് അവർക്കതൊരു വിഷയമേ അല്ല. അതിനെ അതിജീവിക്കുന്ന ദൈവശക്തിയാൽ കാക്കപ്പെടുന്നവരായിരുന്നവർ. ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, കൊന്നിട്ട് നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുള്ളവനെ ഭയപ്പെടുവിനെന്ന് പഠിപ്പിച്ച കർത്താവിൻ്റെ അഭിഷിക്തന്മാർ മരണത്തെ പോലും പേടിച്ചില്ല. അവർ പ്രസംഗിക്കുന്നത് അവർ വിശ്വസിച്ചിരുന്നു. ഈ മാർഗത്തിൽ ഇത്രയും ശക്തിയുണ്ട്. അതുകൊണ്ടാണ് അടിച്ചൊതുക്കാനോ ഇല്ലായ്മ ചെയ്യാനോ പീഡിപ്പിച്ചു തീർക്കാനോ നോക്കിയിട്ട് നടക്കാത്തത്. ഈ ഉപദേശം മരണത്തിനപ്പുറവുമുള്ള ജീവിതവുമായിട്ട് കണക്റ്റാ. അതുകൊണ്ട് ഈ ഉപദേശത്തെ, ഈ മാർഗത്തെ തോൽപ്പിക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. നമ്മൾ സ്വീകരിച്ച അപ്പോസ്തലൻ മഹാപുരോഹിതനുമായ യേശു ക്രിസ്തു മരണത്തെ അതിജീവിച്ചവനാണ്. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവന് മരണത്തെ പുച്ഛിക്കാനുള്ള ശക്തിയുണ്ട്. മരണമേ നിന്റെ ജയം എവിടെ, പാതാളമേ നിന്റെ വിഷമുള്ളവിടെ. വെല്ലുവിളിച്ച പൗലോസിനെ പോലെ നമുക്കും ചേർന്ന് വെല്ലുവിളിക്കാനുള്ള ശക്തിയാണ് ദൈവവചനത്തിലെ നിശ്ചയവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നമുക്ക് നൽകി തരുന്നത്. അപ്പോൾ തെസലോനിക്കയിൽ വലിയ ഉപദ്രവം ഉണ്ടായി. യാസോന്റെ വീട് വളഞ്ഞ് യാസോനെ പിടിച്ച് ജയിലിൽ കൊണ്ടുപോയി വിസ്തരിച്ചു. ഭയങ്കര പ്രശ്നങ്ങളായി. പൗലോസിനെ പിടിക്കാൻ വേണ്ടിയാണ്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ സഹോദരന്മാർ ഉടനെ രാത്രി തന്നെ പൗലോസിനെ ശീലാസിനെയും ബെരോവയിലേക്ക് പറഞ്ഞയച്ചു. അവിടെ എത്തിയാറെ അവർ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി. എത്തിയാറെ നമ്മൾ തൊട്ടു മുമ്പ് വായിച്ചത് തെസലോനിക്കയിലെത്തി. അതാണ് 1-ാം വാക്യത്തിൽ. അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. അവിടെ ആദ്യ യഹൂദനോട് പിന്നെയുള്ള യവനനോട്, എവിടെ ചെന്നാൽ ആദ്യ യഹൂദന്മാരോട് പറയും. കാരണം ദൈവം രക്ഷ അയച്ചത് ആദ്യ അബ്രഹാമിൻ്റെ മക്കൾക്കാണ്. അവർക്ക് വേണ്ടെങ്കിൽ അടുത്ത ആൾക്കാരോട് പറയും. ആ ഒരു ചിട്ടയിലാണ് പൗലോസ് കാര്യം പോകുന്നത്. ജാതികളോട് പറഞ്ഞ ഇത്ര ഉപദ്രവമില്ല, യഹൂദന്മാരോട് പറഞ്ഞ ഉപദ്രവമാണ്. യഹൂദന്മാരെന്ന് പറഞ്ഞാൽ സകലർക്കും ഒരു ബാധയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയായിരുന്നു ഹിറ്റ്ലറിൻ്റെയൊക്കെ കാലത്ത് ലോകം മുഴുവൻ ചിതറി. അന്ന് എല്ലാവരും ഒരു ബാധ പോലെയാണ് കണ്ടത്. യഹൂദന്മാരുടെ സ്വഭാവം തന്നെ ഒരു മൃഗീയ സ്വഭാവമായിട്ട് മാറി. കാരണം സത്യദൈവത്തിൽ നിന്ന് അന്യമായ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവർ മൃഗീയമായ ഒരു ജീവിതം, മൃഗങ്ങൾ പോലും ചെയ്യാത്ത രീതിയായിരുന്നു അവരുടെ ജീവിതശൈലി. അതുപോലെ അവർ അധപ്പതിച്ചു പോയി. അങ്ങനെ പൗലോസിനെ ശീലാസിനെ ബെരോവയിലേക്ക് വിട്ടു. 11-ാം വാക്യത്തിൽ അവർ തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ ദൈവവചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അതങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. ബെരോവയിലുള്ള യഹൂദന്മാർ തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമരായിരുന്നു. വചനം ജാഗ്രതയോടെ കൈക്കൊണ്ടു. 1. അതുകൂടാതെ വീട്ടിൽ പോയിട്ട് അത് അങ്ങനെ തന്നെയോ വല്ല വ്യത്യാസമുണ്ടോ എന്ന് നോക്കും. അവർക്ക് തിരുവെഴുത്തുമായി ഭയങ്കര ബന്ധമായിരുന്നു. അങ്ങനെ അവർ ഉത്തമന്മാരായി മാറിയെന്നാണ്
ബൈബിളിൽ പറയുന്നത്. തെസ്സലോനിക്കരേക്കാൾ ഉത്തമന്മാർ. അപ്പോൾ ഉത്തമന്മാർക്കുള്ള പ്രത്യേകത വചനം ജാഗ്രതയോടെ കൈക്കൊള്ളുക, വീണ്ടും വീട്ടിൽ വെച്ച് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കുക. ദൈവവചനം നന്നായി പരിശോധിക്കുകയും ദൈവവചനം ശരിയായി ശ്രദ്ധയോടെ മനസ്സിലാക്കുകയും ചെയ്യുന്നവർ ഉത്തമന്മാരായി മാറുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നമുക്ക് ഉത്തമന്മാരായി മാറാൻ കഴിയും. എങ്ങനെ? ദൈവവചനം ജാഗ്രതയോടെ, വളരെ ശ്രദ്ധയോടെ. പല ചർച്ചകളിലും ബൈബിൾ വെറുതെ കേട്ടേച്ച് വീട്ടിലോട്ട് പോവും. അത് കേട്ടത് എന്താണെന്ന് പോലും ആർക്കും അറിയില്ല. എന്നാൽ ചില ചർച്ചകളിൽ ആ കേൾക്കുന്നതെല്ലാം എഴുതിയെടുക്കുകയും പഠിക്കുകയും വീട്ടിൽ ചെന്നിട്ടൊരു പഠനം നടത്തുകയും ചെയ്യുന്ന സഭകളുണ്ട്. ആ സഭകൾ ആരോഗ്യമുള്ള, ആത്മീക ആരോഗ്യമുള്ള സഭകളാണ്. അങ്ങനെയുള്ള സഭകളെ ഇളക്കി മറിക്കാൻ ആർക്കും കഴിയില്ല. ദൈവവചനം കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതുന്നു. മാത്രമല്ല, അത് അവർക്ക് വിശ്വാസമായി തീരും. ദൈവവചനത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ്, അത് മനസ്സിലാക്കലാണ് നമുക്ക് വിശ്വാസമാകുന്നത്. വിശ്വാസം എങ്ങനെ ഉണ്ടാകുന്നത്? ദൈവവചനത്തിൻ്റെ കേൾവിയാൽ. അത് കേൾക്കുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോഴാണ് യേശു എൻ്റെ പാപത്തിന് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചതെന്ന് നമുക്ക് മനസ്സിലാകുമ്പോഴാണ് നാം യേശുവിൻ്റെ അടുക്കൽ, കർത്താവേ എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ, ഞാൻ അങ്ങേ എൻ്റെ കർത്താവായി സ്വീകരിക്കുന്നു. മനസ്സിലാക്കാതെ, അറിയാതെ എങ്ങനെ ഏറ്റെടുക്കും? അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കിയ ശേഷം നമ്മുടെ വിശ്വാസത്തെ നമ്മൾ തന്നെ ഒന്ന് ജ്വലിപ്പിക്കണം. നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ചലിപ്പിക്കണം. നമ്മുടെ അകത്ത് നമ്മൾ ഒരു വിശ്വാസം ഉളവാക്കിയെടുക്കണം. അവിടെ വായിക്കുന്നു 12-ാം വാക്യം, അവരിൽ പലരും മാന്യരായി യവന സ്ത്രീകളും പുരുഷന്മാരിലും അനേകരും വിശ്വസിച്ചു. ഇതാ ബൊരോവയിലും വലിയൊരു കൂട്ടം വിശ്വസിച്ചു. മാന്യരായിട്ടുള്ളവരിൽ അനേകർ വിശ്വസിച്ചു. അങ്ങനെ മാന്യതയുള്ള സഭകൾ പലയിടത്തും ഉളവായി വരുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതിനുവേണ്ടി ചിലർ വില മുടക്കി. ഈ ദിവസങ്ങളിൽ സുവിശേഷത്തിന് ത്യാഗപരമായി ചുവട് വെക്കുന്ന പൗലോസുമാരും ശീലാസുമാരും ഉള്ളയിടത്ത് പല സഭകളും വലിയ കൂട്ടങ്ങളായി എഴുന്നേറ്റ് വരും എന്നുള്ളതിൽ നിസ്തർക്കമില്ല. പൗലോസിനെ പോലെ ശീലാസിനെ പോലെ ആത്മാവിൻ്റെ നിയോഗത്തിൽ, അഭിഷേകത്തിൽ മുന്നോട്ട് പോകുന്നവർ എവിടെയുണ്ടോ അവിടെയെല്ലാം വലിയ കൂട്ടങ്ങൾ വിടുതൽ പ്രാപിക്കും എന്ന് ദൈവവചനം നമ്മെ കാണിച്ചു തരും. നമുക്കത് വിശ്വസിക്കാം. നമ്മുടെ ചുറ്റുപാടും വലിയ കൂട്ടങ്ങൾ കർത്താവിലോട്ട് തിരിയണം. അതിനുവേണ്ടി ഇത് കേൾക്കുന്ന നിങ്ങളെ കർത്താവ് ഉപയോഗിക്കട്ടെ. ഉത്തമന്മാരെ കർത്താവിന് വേണം. വളരെ ശ്രദ്ധയോടെ കേട്ട് അങ്ങനെ തന്നെയാണോ എന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഉത്തമന്മാർ ബരോവയിൽ ഉണ്ടായിരുന്നത് പോലെ ഇത് കേൾക്കുന്നവരിൽ നിന്ന് എഴുന്നേറ്റ് വരട്ടെ. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിലാണ് നമ്മൾ. ഇനിയൊരു 10-11 അധ്യായങ്ങൾ കിടപ്പുണ്ട്. ഈ അപ്പോസ്തല പ്രവൃത്തി തീരുന്നതിനുള്ളിൽ തന്നെ നിങ്ങളുടെ എൻ്റെ വീടുകളിൽ, സഭയിൽ ഒക്കെ വലിയ ഉണർവുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. ഭയങ്കരമായൊരു മാറ്റത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവിൻ്റെ നാമത്തിലുള്ള ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തിലും അത്ഭുതങ്ങൾ നിറയട്ടെ. പ്രാർത്ഥനയുടെ മറുപടികൾ ഉണ്ടായി വരട്ടെ. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. എത്ര വലിയ രോഗത്തെയും സൗഖ്യമാക്കുന്ന ശക്തി, ഇല്ലാത്ത അവയവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ദൈവശക്തി, യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഇത് കേൾക്കുന്നവരിൽ പുതിയതുണ്ടായി വരട്ടെ. പുതിയ നന്മകൾ ഉണ്ടാകട്ടെ. പുതിയ വഴികൾ തുറക്കട്ടെ. വലുത് സഫലവുമായ വാതിലുകൾ തുറക്കുന്ന കർത്താവിൻ്റെ അത്ഭുത കരം ഇവർക്ക് വേണ്ടി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കട്ടെ. കേൾക്കുന്നവർ സൗഖ്യമാകട്ടെ. സാമ്പത്തിക വഴികൾ തുറന്നു വരട്ടെ. ഇന്നു മുതൽ പുതുവാതിലുകൾ തുറക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 2-ാം ദിവസമാണ്. ചർച്ചിൽ ബേതേൽ ഹാളിൽ, പ്രധാന ഹാളിൽ വെച്ചാണ് ഈ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥന. വലിയ ഹാളിൽ വെച്ചാണ്. നിങ്ങളെല്ലാവരെയും രാവിലെ 10:30-ക്കുള്ള പ്രാർത്ഥനയിൽ ക്ഷണിക്കുന്നു.
വൈകിട്ട് മീറ്റിംഗ് ഇല്ല. നാളെയും നമുക്ക് ഉപവാസ പ്രാർത്ഥന സമാപന ദിവസം പകൽ ഉണ്ടായിരിക്കുന്നതാണ്. രാവിലെ 10:30-ക്കാണ് എല്ലാ ദിവസവും. കടന്നു വരിക. ഞായറാഴ്ച നമുക്ക് 8 മണിക്ക് അനുഗ്രഹിക്കപ്പെട്ട സഭായോഗവുമുണ്ട്. എല്ലാവരെയും മീറ്റിംഗിലേക്ക് ക്ഷണിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.
Hosanna in the highest. Hosanna, Hosanna.